സോ എല്ലാവർക്കും ഡേ 5 വെൽക്കം. ഡേ 5 ആയിട്ടും ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ഞാൻ എന്തായാലും ഡേ 7 എന്റെ വെയിറ്റ് കാണിക്കാം. സോ ആസ് യൂഷ്വൽ ഗീ പ്ലസ് വാം വാട്ടർ കഴിച്ചു, നട്ട്സ് കഴിച്ചു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി കഴിച്ചു, പിന്നെ എഗ് അതിൻ്റെ കൂടെ കഴിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ആഫ്റ്റർനൂൺ ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്തു. അതിന് പറഞ്ഞ ഒരു മാംഗോ ഷേക്ക് അത്യാവശ്യം വലുത് കഴിച്ചു. പിന്നെ ഈവനിങ് ബനാന കഴിച്ചു. പിന്നെ വർക്ക്ഔട്ട് ചെയ്തു. വർക്ക്ഔട്ട് സെയിം ഞാൻ പുഷപ്പ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പുഷപ്പ് ചെയ്തു. അതേപോലെ തന്നെ നോർമൽ പുഷപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ബട്ട് ഞാൻ റിവേഴ്സ് പുഷപ്പ് ചെയ്തു. പിന്നെ ആ ഒരു ബട്ടർഫ്ലൈ എക്സസൈസ് കുറച്ച് നേരം ചെയ്തു. കാരണം നമ്മൾ വെയിറ്റ് ഗെയിനിങ്ങിന് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ കൂടെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് മൊബിലിറ്റിക്കും കൂടി വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഫുള്ളായിട്ട് കാർഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ റണ്ണിങ്, അതേപോലെ തന്നെ മൊബിലിറ്റിക്ക് എക്സസൈസ് ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. കാരണം അല്ലാത്ത പക്ഷം നമുക്ക് ബോഡി ഭയങ്കര സ്റ്റിഫായിട്ട് നമുക്ക് ടൈറ്റ് ആയിട്ട് തോന്നും. നമുക്ക് അങ്ങനെ കൂടെ പോകുമ്പോൾ കൈയും കാലൊക്കെ ഭയങ്കര വേദനയായിരിക്കും. സോ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് കൂടി സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്ലസ് സ്ട്രെച്ചിങ്ങും കൂടി ചെയ്യാൻ നോക്കാം. ഇനി ഞാൻ സ്മൂത്തി ആയിട്ട് സ്വീറ്റ് പൊട്ടറ്റോയും ബനാനയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു സ്മൂത്തി എങ്കിലും പെർ ഡേ എന്തായാലും ആഡ് ചെയ്യാൻ നോക്കാം. പിന്നെ നൈറ്റ് ഡിന്നറോട് കഴിച്ച് ഞാൻ ആ ഡേ വൈൻഡ് അപ്പ് ചെയ്തു.